Hello everyone, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൃന്ദ. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ നല്ല താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഫ്രീഡം ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ അഥവാ വരയ്ക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രണ്ട് എന്നുള്ളതും പോട്ടെ, എനിക്ക് യാതൊരു മുൻപരിചയം ഇല്ലാത്തവർ വരെ ജസ്റ്റ് വരയ്ക്കാൻ അറിയുമ്പം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരു ഫോട്ടോ വരച്ചു തരുമോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഹാപ്പിയാക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ഒരു കാരണവശാലും മിസ് ചെയ്തതെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ എപ്പോഴും വരയ്ക്കുന്ന അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പല്ല. വരയ്ക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്താ പറയുക, ആ ഒരു ഫൈനൽ വർക്ക്, അതിൻ്റെ ഭംഗി, അതിലുപരി ആ ഒരു എക്സ്പീരിയൻസിൽ ഫോക്കസ് ചെയ്യുന്നതാണ് എനിക്ക് ശീലം, അല്ലെങ്കിൽ എനിക്കിഷ്ടം അത് തന്നെയാണ്. നമ്മൾ പോർട്രേറ്റ് ഒക്കെ ചെയ്യുമ്പം നല്ല മൈൻഡ്ഫുള്ളായിട്ട് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സെറ്റ് ആകാറില്ല. ഈ റീസൺസ് ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുള്ളവരിൽ ഒരു നല്ലൊരു ശതമാനത്തോളം, ശരിക്കും പറഞ്ഞാൽ 90-99% ആളുകളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ആ ഒരു 99% വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫേസസ് അല്ല വരച്ച് വെക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഫേസസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നാലേ എന്നോടൊപ്പം നിങ്ങൾക്കും വിലയിരുത്താൻ പറ്റും എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ള കാര്യമൊക്കെ. ഇത് ഞാൻ സ്റ്റെൻസിൽ ടൈപ്പ് പോർട്രേറ്റ് ആണ് ഇതിനെല്ലാം ചെയ്ത് നോക്കിയത്. കാര്യം നിഴൽ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പരീക്ഷണമാണല്ലോ, അപ്പോൾ മാക്സിമം നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നോക്കിയാണ് എടുത്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ ഈ ഒരു സെയിം ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇന്നത്തെ വീഡിയോയിലും ഞാനൊരു ടൂളായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ചിത്രം ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഷീറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് പേന ഉപയോഗിച്ച് വരച്ചെടുക്കുക, ഒരു ഷീറ്റിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു പേപ്പർ എടുത്ത് വെച്ചേക്കണം. കാര്യം ഇടയ്ക്ക് ഒരു സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് പേന തെളിയാതെ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു പേപ്പറിലോട്ടൊന്ന് കുത്തി വരച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് വീണ്ടും വരയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നീക്കി വെച്ച് മുഴുവനായി അതായത് ഷീറ്റിലേക്ക് വരച്ചെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. ഇതൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു വെള്ള പേപ്പർ ജസ്റ്റ് അതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒറിജിനൽ ചിത്രമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വന്നിട്ടുണ്ടോ, എല്ലാ ഭാഗങ്ങളും വരച്ചിട്ടുണ്ടോ നോക്കുക. പിന്നെ നമ്മളൊരു ഭിത്തിയുടെ നേരെ പിടിച്ച് ഇതുപോലെ ടോർച്ച് അടിച്ച് നോക്കുക. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച ആളെ തന്നെയാണോ അവിടെ കാണുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അല്ല എന്തെങ്കിലും കറക്ഷൻസ് ഇതിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ വരുത്തുക. അതിനുശേഷം അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു കാർഡ്ബോർഡ് ഷീറ്റോ അല്ലെങ്കിൽ എക്സ്റേയോ അങ്ങനെ വല്ലതും വെച്ചിട്ട് നമ്മൾ ഏത് പേപ്പറിലോട്ടാണോ ചിത്രം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേപ്പർ ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടും അത്യാവശ്യം ഹൈറ്റിൽ ബുക്സ് അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ വരച്ച് കംപ്ലീറ്റ് ആക്കിയ ഈ ഒരു ഷീറ്റ് ഇതാ 2 പേജുകളുടെ ഇടയിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇനി 2 സൈഡുകളിലായിട്ട് നമ്മൾ ഓരോ സ്റ്റൂളുകൾ, എനിക്ക് അവൈലബിൾ ആയിരുന്നു ഒരുപോലത്തെ 2 സ്റ്റൂൾസ്, അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. അതെന്തിനാണെന്ന് പറയുന്നതിന് മുമ്പ് നോക്കുക, ആ ഒരു ഷീറ്റും നമ്മൾ വരച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷീറ്റും നമ്മൾ അത്രയും ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് നമ്മളത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പം കൃത്യമായിട്ട് അതിൽ നിഴൽ വളരെ ക്ലിയർ ആയിട്ട് പതിയുന്നുണ്ട്. ഈ ക്യാമറയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. നേരിട്ട് കാണുമ്പം വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് പതിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ലൈറ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് എനിക്കൊരു പലക കഷ്ണമാണ് കിട്ടിയത്, ഞാൻ അതുകൊണ്ട് അതാണ് വെച്ചത്. നിങ്ങൾക്കിപ്പോൾ നീളമുള്ള സ്കെയിലോ അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് സാധനം ഇതിൽ മാറ്റാം കേട്ടോ. അപ്പം ഒരുപോലത്തെ സ്റ്റൂളില്ലെങ്കിൽ 2 ബക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറെ എന്ത് സാധനം വെച്ച് ഇത് റീപ്ലേസ് ചെയ്യാം. ആദ്യം നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ചിത്രം പൂർണ്ണമായിട്ട് ആ വെള്ള പേപ്പറിൻ്റെ ഉള്ളിൽ തികയുന്ന രീതിയിലല്ലായിരുന്നു. അപ്പം ഞാനത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഏകദേശം ഒരേ പേജ് നമ്പർ വരുന്ന രീതിയിൽ ആ ബുക്കിലൊന്ന് പ്ലേസ് ചെയ്തു. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൽ തികയുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി വളരെ സിമ്പിളായിട്ട് അതൊന്ന് വരച്ചെടുക്കുക.
ഞാനിത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സ്കെച്ച് പെൻ കുറച്ച് ദിവസം ഓപ്പണായിട്ട് കിടന്നത് ഡ്രൈ ആവാൻ തുടങ്ങിയതായിരുന്നു. അപ്പം വരയ്ക്കുമ്പോഴത്തേക്ക് ഡ്രൈ ആയി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഹെയറിന് ഇങ്ങനെ ടെക്സ്ചർ കൊടുത്തു നോക്കിയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യണം. ഉപയോഗശേഷം നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് തുടച്ച് മാറ്റിയാൽ ആ ഷീറ്റിലെ മഷി പൂർണ്ണമായിട്ടും പോകും. അപ്പോൾ നമുക്ക് അതേ ഷീറ്റ് തന്നെ വേറെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതി ഉപയോഗിച്ച് ഞാൻ വരച്ച ചാർലി ചാപ്ലിൻ്റെ ചിത്രമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ വരച്ചിട്ട്. അപ്പം ഈ ഒരു ചിത്രത്തിൽ ഞാൻ ആ ഒരു ഒറിജിനലിലുള്ള പോലെ എക്സാക്റ്റ് അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് ബ്ലാക്ക് കൊടുക്കുകയല്ല ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ഡിങ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതിലെങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെയും സഹായമില്ലാതെ ഒരു ഫോട്ടോ ഒക്കെ വരച്ച് വെക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? സോ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹീറോയിൻ്റെ ഫോട്ടോ ഇത് ഉപയോഗിച്ച് വരച്ച് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹീറോ നിങ്ങൾ തന്നെയാണെങ്കിലോ? ഈ ഒരു ഫോട്ടോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസും നമുക്ക് ഒരു സ്റ്റെൻസിൽ രൂപത്തിലാക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു പഴയ ഒരു ഫോട്ടോ ഞാനിങ്ങനെ സ്റ്റെൻസിലാക്കി ഒരു വെബ്സൈറ്റിലാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇത് കാണിക്കാനായിട്ട് മറ്റൊരു റീസൺ കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇതിലെൻ്റെ ഹെയർ ആക്ച്വലി നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഹെയർ കേർലി ഹെയർ അല്ല ഞാൻ ഈ ഒരു ചിത്രത്തിൽ വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഹെയർ വന്നിട്ട് ഒറിജിനലി ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ അതേപോലെ വരച്ചെടുക്കാൻ ബേസിക്കലി മടി കൊണ്ടാണ് ഞാൻ വേറൊരു സ്റ്റെൻസിൽ ടൈപ്പിൻ്റെ തന്നെ ഒരു ചിത്രത്തിൽ നിന്ന് അതിൻ്റെ ഹെയറിൻ്റെ പോർഷൻ മാത്രം ഇതുപോലെ കോപ്പി ചെയ്ത് എൻ്റെ ഹെയറിൻ്റെ ആ ഒരു സ്ഥാനത്ത് വെച്ച് വരച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഹൈബ്രിഡ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫോട്ടോ ആഡ് ചെയ്തത്. അതുപോലെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റീവ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ ഫ്രീ ആയിട്ട് ചിന്തിച്ച് ചെയ്തു നോക്കാനാണ് ഞാനിപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. ഈ ഒരു നിഴലിൻ്റെ എന്താ പറയുക ട്രിക്കുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ആപ്ലിക്കേഷൻസ് മാത്രം വെച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പേപ്പറിലേക്ക് ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബുക്ക് ഉപയോഗിച്ച് ചെയ്ത ഒരു അറേഞ്ച്മെൻറ്റ് അതുപോലെ വാളിൽ എഫക്റ്റീവ് ആണോ എന്ന് നോക്കാനാണ് ഞാൻ ഈ ഒരു ശ്രമം നടത്തുന്നത്. അപ്പം 2 ബുക്കുകൾ ഇങ്ങനെ നിർത്തി അത്യാവശ്യം ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയിട്ട്, അതായത് ഈ ഷീറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഉടക്കിയിരിക്കാൻ വേണ്ടുന്ന ഒരു അകലത്തിൽ നിർത്തിയിട്ട് ടോർച്ച് അടിച്ച് നോക്കിയപ്പം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ടത്. അപ്പം പല രീതികളിൽ നമുക്കൊരു ചിത്രം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലൈറ്റ് സോഴ്സ് ചാരി വെക്കാനും കൂടെ ഞാൻ മറ്റൊരു ബുക്കാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഈസിയാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ നിങ്ങൾക്ക് വെക്കേഷനൊക്കെ ആണെങ്കിൽ ഫാമിലിയുടെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് പ്രോജക്റ്റൊക്കെയാണിത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. ഇതൊന്ന് സ്റ്റേബിളായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻസിലൂടെ ചോദിക്കണം. ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനലിലൂടെ ഞാൻ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രിക്കുകളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ ഏതൊരു വർക്ക് ചെയ്താലും അതിപ്പോൾ എത്ര വലിയ വർക്ക് ആണെങ്കിലും എത്ര ചെറിയ വർക്ക് ആണെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അങ്ങനെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള 2 പേരുടെ വർക്ക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇത് അനില സോമൻ എനിക്ക് ഫേസ്ബുക്കിലൂടെ ചെയ്ത് അയച്ചു തന്നതാണ്. എനിക്ക് പക്ഷേ ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആള് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിവതും ഇതെവിടുന്നെങ്കിലും ഇളക്കി എടുത്തിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഒക്കെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് 3 ദിവസം ഇതങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് തപ്പി നടന്നു. അങ്ങനെ കിട്ടാഞ്ഞപ്പോൾ മാത്രമാണ് ആൾ OHP ഷീറ്റ് കടയിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ അതെനിക്ക് നല്ല സന്തോഷം തോന്നി. അങ്ങനെ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തല്ലോ. പിന്നെ അനില ചെയ്ത ഒരു വർക്കിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അതിൽ ആൾ ഷാഡോ ഉപയോഗിച്ചാണ് ചെയ്തതെങ്കിലും ഫുള്ളി ഷാഡോ യൂസ് ചെയ്തിട്ടല്ല. അതിൽ ചെറിയ വട്ടങ്ങളൊക്കെ അല്ലേ,
അവിടെ ആൾ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ പറഞ്ഞു തരാൻ മറന്നുപോയതാണ്. ഈ ഡപ്പകളുടെയൊക്കെ അടപ്പില്ലേ, കിച്ചണിലൊക്കെ നമ്മൾ ഓരോ പൊടിയൊക്കെ ഉപയോഗിച്ച് വെക്കുന്ന ഡപ്പകളുടെ പല സൈസിലുള്ള അടപ്പില്ലേ, അപ്പം അത് യൂസ് ചെയ്ത ആൾ അത് വെച്ചിട്ട് റൗണ്ടൊക്കെ വരച്ചു. അതായത് നിഴൽ കൊണ്ട് പൊസിഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെച്ച് വരച്ചെടുത്തു. അന്നേരം കുറച്ചുകൂടെ ഫിനിഷിങ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ലൈക്ക് വേറെ ഉള്ള നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പൊടിക്കൈകളെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ചെയ്തിട്ട് ഇതിന് കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും. ഈ വർക്ക് ചെയ്തത് ആതിരയാണ്. ആതിര എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ ആളെനിക്ക് സർപ്രൈസ് ആയിട്ട് ചെയ്ത് അയച്ചു തന്നതാണ്. ഇത് കുറച്ചുകൂടി വലിയൊരു വർക്കാണ് അല്ലേ, വാളിൽ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് വന്ന്, പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക്സ് എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വരുന്ന വീഡിയോസിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.